ഒരു പോലീസ് സ്റ്റേഷനിലെ പഴയ കേസ് ഫയൽ പെട്ടെന്ന് ഒരു കഥാപാത്രമാകുന്നു, ഒരു വൈറസ് ആകുന്നു, പല്ലികൾ നിറഞ്ഞോടുന്നു. പ്രേക്ഷകൻ്റെ മനസ്സിൽ ഒളിച്ചിരിക്കുന്ന ഭയത്തിൻ്റെ രഹസ്യനാമമായി അത് മാറുന്നു. ഉന്മാദം. ഒരു കേസ് അന്വേഷിക്കുന്ന പോലീസുകാരൻ്റെ കഥയല്ല ഈ സിനിമ. ഒരു കേസ് എങ്ങനെ ഒരു പോലീസുകാരൻ്റെ മനസ്സിനെ പതിയെ പതിയെ കൈയടക്കുന്നു എന്നതിൻ്റെ അനാറ്റമിയാണ് ഈ സിനിമ. കിരൺ ദാസിൻ്റെ സംവിധാനവും ഷാഹി കബീറിൻ്റെ തിരക്കഥയും ചേർന്ന് ഇവിടെ നിർമ്മിക്കുന്നത് ഒരു സിനിമയല്ല, യാഥാർത്ഥ്യത്തിനും ഭ്രമത്തിനുമിടയിൽ തൂങ്ങിക്കിടക്കുന്ന ഒരു മാനസിക പ്രപഞ്ചമാണ്. കുടുംബജീവിതത്തിൻ്റെ ചൂടിൽ നിന്ന് അന്വേഷണം തുടങ്ങുന്നു. അന്വേഷണത്തിൽ നിന്ന് മിസ്റ്ററി ജനിക്കുന്നു. മിസ്റ്ററിയിൽ നിന്ന് ഹൊററിൽ നിന്ന് സൈക്കോളജിക്കൽ ത്രില്ലർ. ഒടുവിൽ ഈ സിനിമ എല്ലാ ജോണറുകളെയും മറികടന്ന് മനുഷ്യൻ്റെ അബോധ മനസ്സിലേക്ക് ഇറങ്ങിപ്പോകുന്ന ഒരു സിനിമാറ്റിക് അനുഭവമായി മാറുന്നു. സിനിമ മുന്നോട്ട് പോകുന്തോറും നമ്മൾ കഥ പിന്തുടരുന്നില്ല, കഥ നമ്മളെയാണ് പിന്തുടരുന്നത്. കുഞ്ചാക്കോ ബോബൻ അവതരിപ്പിക്കുന്ന ഷെല്ലി നായകൻ്റെ പരമ്പരാഗത രൂപമല്ല. അധികാരമില്ലാത്ത ഒരു കോൺസ്റ്റബിൾ, ബഹുമാനത്തെക്കാൾ അധികം ഉത്തരവുകൾ കേൾക്കുന്ന ഒരു മനുഷ്യൻ, നിയമം കാക്കുന്നവൻ, പക്ഷേ നിയമത്തിൻ്റെ ഏറ്റവും താഴത്തെ പടിയിൽ നിൽക്കുന്നവൻ. അയാളുടെ ജീവിതം ഒരു കേസ് കൊണ്ട് തകരുന്നില്ല, സംശയം കൊണ്ടാണ് തകരുന്നത്. കുഞ്ചാക്കോ ബോബൻ ഇവിടെ അഭിനയിക്കുന്നില്ല, യാഥാർത്ഥ്യം കൈവിട്ടു പോകുന്ന ഒരു മനുഷ്യൻ്റെ ഉള്ളിലെ ശബ്ദമായി മാറുകയാണ്. കരിയറിലെ ഏറ്റവും പക്വവും ഏറ്റവും നിയന്ത്രിതവുമായ പ്രകടനങ്ങളിലൊന്നാണ് ഇത്. ലിജോ മോളുടെ സൗമ്യ അഭിനയ തികവ് കൊണ്ട് നമ്മളെ ഏറെ ഇഷ്ടപ്പെടുത്തുന്നുണ്ട്. ഒരു സോക്കോൾഡ് കുടുംബജീവിതത്തിൻ്റെ ഒഴുക്കിന് തടസ്സം വരുമ്പോൾ സ്ത്രീ എന്ന നിലയിൽ അനുഭവിക്കുന്ന സംഘർഷത്തിൻ്റെ മുഴുവൻ സത്തും ലിജോ മോളുടെ ഓരോ ചലനങ്ങളിലും നോട്ടത്തിലും സംഭാഷണത്തിലും പ്രകടമാണ്. ഷാഹിയുടെ തിരക്കഥ ഈ ഭാഗത്ത് നാച്ചുറലായിട്ടുണ്ട്. ഈ സിനിമയിലെ ഏറ്റവും വലിയ പ്രതിനായകൻ ഒരു മനുഷ്യനല്ല, ഭയമാണ്. അതിലും വലിയ പ്രതിനായകൻ വിശ്വാസമാണ്. മനുഷ്യൻ എന്തുകൊണ്ടാണ് അന്ധവിശ്വാസത്തെ പൂർണ്ണമായി ഉപേക്ഷിക്കാത്തത്? കാരണം യുക്തി തെളിവുകൾ നൽകും, വിശ്വാസം ആശ്വാസം നൽകും. യുക്തി ചോദ്യം ചെയ്യും, ഭയം ഉത്തരം നിർമ്മിക്കും. മതങ്ങളും ഭരണകൂടങ്ങളും അധികാരവും ചരിത്രവും പലപ്പോഴും ഈ ഭയത്തിൻ്റെ മേൽ തന്നെയാണ് സ്വന്തം സാമ്രാജ്യങ്ങൾ പണിതുയർത്തുന്നത്. ഒരു പഴയ കേസ് ഫയലിൻ്റെ പൊടിയിലൂടെ സിനിമ പതുക്കെ പ്രേക്ഷകൻ്റെ ശ്വാസകോശത്തിലേക്ക് കടക്കുകയാണ്. ഈ ചിത്രത്തിലെ പല്ലി ഒരു ജീവിയല്ല, അത് പരിണാമത്തിൻ്റെ നിഴലാണ്, അബോധത്തിൻ്റെ ചിഹ്നമാണ്. മനുഷ്യൻ്റെ ഉള്ളിൽ ഇനിയും മരിക്കാതെ കിടക്കുന്ന ആദിമ ഭയത്തിൻ്റെ രൂപമാണ്. അതുകൊണ്ട് തന്നെ ഉന്മാദം ഭൂതങ്ങളെക്കുറിച്ചുള്ള സിനിമയല്ല, മനുഷ്യൻ എങ്ങനെ സ്വന്തം മനസ്സിൽ ഒരു ഭൂതത്തെ സൃഷ്ടിക്കുന്നു എന്നതിനെക്കുറിച്ചുള്ള സിനിമയാണ്. സിനിമയുടെ സാമൂഹ്യശാസ്ത്രം അതിലും ആഴമുള്ളതാണ്. ആത്മാർത്ഥത ഒരു കുറ്റമായി മാറുന്ന സംവിധാനങ്ങൾ, സത്യത്തെക്കാൾ ഫയലുകളെ വിശ്വസിക്കുന്ന സ്ഥാപനങ്ങൾ, സ്വന്തം ജോലിക്ക് വില കൊടുക്കുന്നവൻ ഒടുവിൽ പ്രശ്നക്കാരനായി മുദ്ര കുത്തപ്പെടുന്ന അധികാരഘടന, വീട്ടിൽ ഒരു മനുഷ്യനും ജോലിസ്ഥലത്ത് മറ്റൊരു മനുഷ്യനുമായി ജീവിക്കേണ്ടി വരുന്ന വൈരുദ്ധ്യം, ഇതെല്ലാം ചേർന്നാണ് ഷെല്ലിയുടെ യാത്ര. സാങ്കേതികമായി ഉന്മാദം അസാധാരണമാണ്. ക്യാമറ വെളിച്ചം ചിത്രീകരിക്കുന്നില്ല, ഇരുട്ടിൻ്റെ സാന്ദ്രതയാണ് അളക്കുന്നത്. ശബ്ദം കേൾക്കപ്പെടുന്നില്ല, അത് നാഡികളിലൂടെ ഇഴയുകയാണ് ചെയ്യുന്നത്. നിശബ്ദത പോലും ഈ സിനിമയിൽ ഒരു സംഭാഷണമാണ്. ഓരോ ഫ്രെയിമും സുന്ദരമാണ്, ഓരോ കട്ടും യാഥാർത്ഥ്യത്തിൻ്റെ ശരീരത്തിലേക്ക് വീഴുന്നുമുണ്ട്. ഉന്മാദം നമ്മളെ പ്രേതങ്ങളിൽ വിശ്വസിപ്പിക്കുന്നില്ല, പക്ഷേ സ്വന്തം യുക്തിയെ സംശയിക്കാൻ പഠിപ്പിക്കുന്നുണ്ട്. ഉന്മാദം സിനിമ മേക്കിംഗ് കൊണ്ട്, വർത്തമാനകാല വിശ്വാസ ചിന്തകൾ കൊണ്ടൊക്കെ ശ്രദ്ധേയമാകുമ്പോഴും എവിടെയൊക്കെയോ ചില ശൂന്യതകളും വെച്ചുകെട്ടലുകളും
പ്രകടമാണ് ഈ സിനിമയിൽ. ഇൻ്റർവെൽ സമയം വരെ നമ്മളെ അത്ഭുതപ്പെടുത്തിയ സിനിമ അത് കഴിഞ്ഞ് കണ്ടുമടുത്ത വഴികളിലൂടെയാണ് സഞ്ചരിക്കുന്നത്. ഷാഹി കബീറിൻ്റെ പോലീസ് കഥകളുടെ മികവ് ഇതിൽ എവിടെയോ ചോർന്നു പോയിട്ടുണ്ട്. ജസ്റ്റിസ് കൃഷ്ണയ്യരെയും അലക്സാണ്ടർ ജേക്കബിനെയും സിബി മലയിലിനെയും ഒക്കെ പരാമർശിച്ച് സ്വന്തം ആത്മവിശ്വാസത്തെ ഉറപ്പിക്കാനുള്ള ശ്രമം ആവശ്യമില്ലായിരുന്നു. എങ്കിലും മനുഷ്യർക്ക് എന്നും അന്ധവിശ്വാസങ്ങളെ സ്ലീപ്പിംഗ് പിൽസ് പോലെ വിഴുങ്ങാൻ കൊതിയാണ്. ഒരു പഴയ കഥയുണ്ട്. ഒരാൾ ചോദിച്ചു, നിങ്ങൾ പ്രേതങ്ങളിൽ വിശ്വസിക്കുന്നുണ്ടോ? ഇല്ല. ഇല്ലേ? അയാൾ തിരിഞ്ഞൊന്നു നോക്കി. ചോദ്യം ചോദിച്ച മനുഷ്യൻ അവിടെ ഉണ്ടായിരുന്നില്ല.